നമുക്ക് ഭൂമിയിൽ നിന്നും നഗ്നനേത്രങ്ങളാൽ നമ്മുടെ സൗരയൂഥത്തിലെ ഒട്ടുമിക്ക ഗ്രഹങ്ങളെയും കാണാൻ സാധിക്കും. പക്ഷേ ഒരു ഗ്രഹത്തെ ഒഴിച്ച്, അതാണ് നമ്മുടെ സൗരയൂഥത്തിലെ 8ാമത്തെ ഗ്രഹമായ നെപ്റ്റ്യൂൺ. സൂര്യനിൽ നിന്നും 4.5 ബില്യൺ കിലോമീറ്റേഴ്സ് അഥവാ 30 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ദൂരത്തിലൂടെയാണ് നെപ്റ്റ്യൂൺ സൂര്യനെ വലം വെക്കുന്നത്. എന്നാൽ ഭൂമിയിൽ നിന്നും 29 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ദൂരത്തിലാണ് നെപ്റ്റ്യൂൺ സ്ഥിതി ചെയ്യുന്നത്. 29 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 4.3 ബില്യൺ കിലോമീറ്റേഴ്സ്. സോ ഭൂമിയിൽ നിന്നും ഇത്രയും ദൂരത്തിലായതുകൊണ്ട് തന്നെ നമുക്ക് ഭൂമിയിൽ നിന്നുകൊണ്ട് ഒരിക്കലും നെപ്റ്റ്യൂണിനെ നഗ്നനേത്രങ്ങളാൽ കാണാൻ സാധിക്കില്ല. എങ്കിലും പവർഫുൾ ആയിട്ടുള്ള ഒരു ടെലിസ്കോപ്പ് ഉപയോഗിച്ചാൽ നേരിയ വ്യക്തതയോടെ ഈ ഗ്രഹത്തെ നമുക്ക് കാണാം. ഇങ്ങനെ ടെലിസ്കോപ്പിലൂടെ നാം നെപ്റ്റ്യൂണിനെ നിരീക്ഷിക്കുകയാണെങ്കിൽ ഒരു ഡാർക്ക് ബ്ലൂ കളറിലായിരിക്കും നെപ്റ്റ്യൂണിനെ നമുക്ക് കാണാൻ സാധിക്കുക. സൂര്യനിൽ നിന്നും വളരെ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഉപരിതലമാകെ ഐസ് മൂടിക്കിടക്കുന്നത് കൊണ്ടാണ് നെപ്റ്റ്യൂണിന് ഇത്തരത്തിൽ ഡാർക്ക് ബ്ലൂ കളർ ലഭിക്കാൻ കാരണമെന്ന് നിങ്ങൾ കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. എന്നാൽ നെപ്റ്റ്യൂണിനെ ഡാർക്ക് ബ്ലൂ കളറിൽ കാണപ്പെടാനുള്ള കാരണം മറ്റൊന്നാണ്. അത് നെപ്റ്റ്യൂണിന്റെ ഉപരിതലത്തിൽ അടങ്ങിയിട്ടുള്ള വലിയ തോതിലുള്ള മീഥേൻ ഗ്യാസ് ആണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കറിയാം, സൂര്യനിൽ നിന്നും വരുന്ന വിസിബിൾ ലൈറ്റിൽ 7 നിറങ്ങളാണുള്ളത്. ഇത്തരത്തിൽ സൂര്യനിൽ നിന്നും വരുന്ന വിസിബിൾ ലൈറ്റ് നെപ്റ്റ്യൂണിൽ എത്തുമ്പോൾ നെപ്റ്റ്യൂണിലെ മീഥേൻ വിസിബിൾ ലൈറ്റിലെ നീലയൊഴിച്ച് ബാക്കി 6 നിറങ്ങളെയും അബ്സോർബ് ചെയ്യുകയും മറിച്ച് നീല നിറത്തെ റിഫ്ലക്ട് ചെയ്യുകയും ചെയ്യും. ഈ ഒരു കാരണം കൊണ്ടാണ് നെപ്റ്റ്യൂണിനെ നാം നിരീക്ഷിക്കുമ്പോൾ നീല നിറത്തിൽ കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഭൂമിയിൽ നിന്നും മാത്രമല്ല, സ്പേസിൽ നിന്നും ഹബിൾ ടെലിസ്കോപ്പിലൂടെയും ജെയിംസ് വെബ് ടെലിസ്കോപ്പിലൂടെയും എല്ലാം നെപ്റ്റ്യൂണിനെ നിരന്തരമായി നിരീക്ഷിക്കാറുണ്ട്. സ്പേസിൽ നിന്നാണെങ്കിൽ പോലും നമ്മൾ വളരെ ദൂരത്തിൽ നിന്നുകൊണ്ടാണ് നെപ്റ്റ്യൂണിനെ നിരീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ നെപ്റ്റ്യൂണിനെ അടുത്തറിയുന്നതിൽ ധാരാളം പരിമിതികൾ നമുക്കുണ്ട്. നെപ്റ്റ്യൂണിനെ നിരീക്ഷിക്കുന്ന പരിമിതികൾ നിലനിൽക്കുന്ന സമയത്താണ് നമ്മൾ വോയേജർ 2 പേടകത്തെ വിക്ഷേപിക്കുന്നത്. ശരിക്കും വോയേജർ 2 പേടകത്തെ നമ്മൾ നെപ്റ്റ്യൂണിനെ ലക്ഷ്യമാക്കി അയച്ച ഒരു പേടകമല്ല, മറിച്ച് വോയേജർ 2 ഒരു ഇന്റർസ്റ്റെല്ലാർ സാറ്റലൈറ്റ് ആണ്. അതായത് നമ്മൾ സൗരയൂഥത്തിന് പുറത്തേക്ക് ലക്ഷ്യമാക്കി വിക്ഷേപിച്ച ഒരു പേടകമാണ് വോയേജർ 2. വോയേജർ 2ന്റെ സൗരയൂഥത്തിന് പുറത്തേക്കുള്ള യാത്രയിലെ ഒരു ഘട്ടത്തിൽ നെപ്റ്റ്യൂണിന് അരികിലൂടെ കടന്നു പോവുകയും നെപ്റ്റ്യൂണിനെ കുറിച്ചുള്ള ധാരാളം വിവരങ്ങൾ നമുക്ക് അയച്ചു തരികയും ചെയ്തു. നെപ്റ്റ്യൂണിനെയും അതിന്റെ 4 വളയങ്ങളെയും നമ്മൾ ആദ്യമായി അടുത്തു കാണുന്നത് വോയേജർ 2 നമുക്ക് നെപ്റ്റ്യൂണിൽ നിന്നും അയച്ചു തന്ന ചിത്രങ്ങളിലൂടെയാണ്. കൂടാതെ നമുക്ക് ഭൂമിയിൽ നിന്നും കാണാൻ സാധിക്കാത്ത നെപ്റ്റ്യൂണിന്റെ 5 ഉപഗ്രഹങ്ങളെയും വോയേജർ 2വിന് കണ്ടെത്താൻ സാധിച്ചു. ഇതിനോടൊപ്പം തന്നെ വോയേജർ 2 പേടകം നെപ്റ്റ്യൂണിന്റെ വലിയ ഉപഗ്രഹമായ ട്രൈറ്റനെയും നിരീക്ഷിച്ചിരുന്നു. ഇതിന്റെ ഫലമായി ട്രൈറ്റന്റെ ഉപരിതലത്തിൽ ധാരാളം നൈട്രജൻ ഐസ് വോൾക്കാനോകൾ ഉണ്ടെന്ന് വോയേജർ 2വിന് കണ്ടെത്താൻ സാധിച്ചു. ട്രൈറ്റൻ എന്ന് പറയുന്നത് നെപ്റ്റ്യൂണിന്റെ 14 ഉപഗ്രഹങ്ങളിൽ ഏറ്റവും വലുതും സൗരയൂഥത്തിലെ തന്നെ വ്യത്യസ്തമായ ഒരു ഉപഗ്രഹം കൂടിയാണ്. കാരണം നമ്മൾ ഇന്നേ വരെ കണ്ടെത്തിയ ഉപഗ്രഹങ്ങളെല്ലാം വലം വെക്കുന്നത് അതിന്റെ ഗ്രഹം തിരിയുന്ന അതേ ഡയറക്ഷനിൽ തന്നെയാണ്. എന്നാൽ ട്രൈറ്റൻ നെപ്റ്റ്യൂണിനെ വലം വെക്കുന്നത് നെപ്റ്റ്യൂൺ തിരിയുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഇത് ശരിക്കും ഒരു വ്യത്യസ്തമായ പ്രതിഭാസം തന്നെയാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ട്രൈറ്റനിൽ ഇത്തരം ഒരു പ്രതിഭാസം ഉള്ളത് എന്നതിനെ കുറിച്ച് ശാസ്ത്രജ്ഞർക്ക് ഇന്നും കൃത്യമായ ഒരു ഉത്തരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. 1989 വോയേജർ 2 പേടകം നെപ്റ്റ്യൂണിന്റെ അരികിലൂടെ കടന്നു പോയപ്പോൾ അന്ന് നെപ്റ്റ്യൂണിന്റെ ഉപരിതലത്തിൽ വലിയൊരു ചുഴലിക്കാറ്റ് കാണാൻ സാധിച്ചു. ഏകദേശം മണിക്കൂറിൽ 2400 കിലോമീറ്റർ വേഗത്തിലായിരുന്നു അന്ന് ആ കാറ്റ് നെപ്റ്റ്യൂണിൽ വീശിയിരുന്നത്. ദി ഗ്രേറ്റ് ഡാർക്ക് സ്പോട്ട് എന്നാണ് ആ ചുഴലിക്കാറ്റിന് അന്ന് നമ്മൾ പേര് നൽകിയത്. എന്നാൽ പിന്നീട് 1994 നമ്മൾ ഹബിൾ ടെലിസ്കോപ്പിലൂടെ നോക്കിയ സമയത്ത് ആ ചുഴലിക്കാറ്റ് നെപ്റ്റ്യൂണിൽ നിന്നും അപ്രത്യക്ഷമായിരുന്നു. എന്നാൽ നെപ്റ്റ്യൂണിൽ ഇത്തരത്തിൽ ചുഴലിക്കാറ്റ് വീശുന്നതിൽ ആശ്ചര്യപ്പെടാനില്ല. കാരണം നെപ്റ്റ്യൂണിന്റെ ഉപരിതലത്തിന് അത്തരത്തിലുള്ള ഒരു സ്വഭാവമാണുള്ളത്. എന്തെന്നാൽ നമ്മുടെ സൗരയൂഥത്തിൽ തന്നെ ഏറ്റവും വേഗത്തിൽ കാറ്റ് വീശുന്നത് നെപ്റ്റ്യൂണിലാണ്. മണിക്കൂറിൽ 2000 കിലോമീറ്റർ വേഗത്തിലാണ് നെപ്റ്റ്യൂണിന്റെ ഉപരിതലത്തിൽ സാധാരണ രീതിയിൽ കാറ്റ് വീശാറുള്ളത്. അതായത് ഭൂമിയിൽ വീശുന്നതിന്റെ 5 മടങ്ങ് വേഗത്തിലാണ് നെപ്റ്റ്യൂണിന്റെ ഉപരിതലത്തിൽ കാറ്റ് വീശുന്നത്. ആക്ച്വലി നെപ്റ്റ്യൂൺ ഒരു ഐസ് ജയന്റ് വിഭാഗത്തിൽ പെടുന്ന ഗ്രഹമാണ്. എങ്കിൽ കൂടി
നെപ്റ്റ്യൂണിന് ഒരു കൃത്യമായ ഉപരിതലമില്ല. അതിനർത്ഥം നെപ്റ്റ്യൂണിന് തീരെ ഉപരിതലം ഇല്ല എന്നല്ല. നെപ്റ്റ്യൂണിന് ഉപരിതലമുണ്ട്, പക്ഷേ അത് വാതകങ്ങളാൽ ഉള്ളതാണെന്ന് മാത്രം. ഹൈഡ്രജൻ, ഹീലിയം, മീഥേൻ എന്നീ വാതകങ്ങൾ നിറഞ്ഞതാണ് നെപ്റ്റ്യൂണിന്റെ ഉപരിതലം. അതുകൊണ്ട് തന്നെ നമുക്ക് നെപ്റ്റ്യൂണിൽ ഇറങ്ങാനോ അവിടെ നിൽക്കാനോ സാധിക്കില്ല. എന്നാൽ കൃത്യമായ ഒരു ഉപരിതലം ഇല്ലെങ്കിലും നെപ്റ്റ്യൂണിനും നമ്മുടെ ഭൂമിയെ പോലെ തന്നെ മാന്റിലും കോറുമെല്ലാം ഉണ്ട്. പക്ഷേ അതിന്റെ ഘടന നമ്മുടെ ഭൂമിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. കാരണം ഭൂമിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു സോളിഡ് ആയിട്ടുള്ള മാന്റിലാണ്. എന്നാൽ നെപ്റ്റ്യൂണിന്റെ മാന്റിൽ പൂർണ്ണമായും ലിക്വിഡ് ഫോമിലാണുള്ളത്. അതായത് അമോണിയ, വാട്ടർ, മീഥേൻ എന്നിവ കൊണ്ടുള്ള ഒരു മഹാസമുദ്രം തന്നെയാണ് നെപ്റ്റ്യൂണിന്റെ മാന്റിൽ. നമ്മുടെ ഭൂമിയിൽ ഉൾക്കൊള്ളാവുന്ന ജലത്തിന്റെ എത്രയോ ഇരട്ടി വലുപ്പമുള്ളതാണ് നെപ്റ്റ്യൂണിന്റെ ഈ മാന്റിൽ. നെപ്റ്റ്യൂണിന്റെ മാന്റിൽ ലിക്വിഡ് ഫോമിലാണെങ്കിലും നെപ്റ്റ്യൂണിന് ഒരു സോളിഡ് ആയിട്ടുള്ള കോർ ഉണ്ടാകാമെന്നാണ് ശാസ്ത്രജ്ഞർ കരുതപ്പെടുന്നത്. ഇങ്ങനെ കരുതപ്പെടാൻ കാരണം നെപ്റ്റ്യൂണിന്റെ അതിശക്തമായ മാഗ്നറ്റിക് ഫീൽഡ് തന്നെയാണ്. എന്തെന്നാൽ ഒരു സോളിഡ് കോർ ഉള്ള ഗ്രഹത്തിന് മാത്രമേ ഇത്രയും ശക്തമായ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുകയുള്ളൂ. ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡിനോട് ഇതിനെ താരതമ്യം ചെയ്താൽ ഭൂമിയെക്കാളും 27 മടങ്ങ് ശക്തമാണ് നെപ്റ്റ്യൂണിന്റെ ഈ മാഗ്നറ്റിക് ഫീൽഡ്. ഇനി നമ്മൾ നെപ്റ്റ്യൂണിലാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ ഒരു ദിവസം എന്ന് പറയുന്നത് വെറും 16 മണിക്കൂർ മാത്രമായിരിക്കും. എന്നാൽ ഒരു വർഷം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിലെ 165 വർഷത്തിന് തുല്യമായിരിക്കും. ഇതിന് കാരണം നെപ്റ്റ്യൂൺ സൂര്യനെ വലം വെക്കുന്നത് 4.5 ബില്യൺ കിലോമീറ്റേഴ്സ് ദൂരത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെ നെപ്റ്റ്യൂണിന് സൂര്യനെ ഒരു തവണ വലം വെക്കാൻ ഭൂമിയിലെ 165 വർഷത്തോളം വേണം. ഒപ്പം തന്നെ നെപ്റ്റ്യൂണിന് 28 ഡിഗ്രി ആക്സിയൽ ടിൽറ്റുമുണ്ട്. നമ്മുടെ ഭൂമിയുടെ ആക്സിയൽ ടിൽറ്റ് എന്ന് പറയുന്നത് 23 ഡിഗ്രിയാണ്. അതായത് നമ്മുടെ ഭൂമിയുടെ ആക്സിയൽ ടിൽറ്റും നെപ്റ്റ്യൂണിന്റെ ആക്സിയൽ ടിൽറ്റും വെറും 5 ഡിഗ്രിയുടെ വ്യത്യാസം മാത്രമുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭൂമിയിലുള്ളതുപോലെ സമാനമായ സമ്മർ വിന്റർ കാലാവസ്ഥകൾ നെപ്റ്റ്യൂണിലുമുണ്ട്. പക്ഷേ ഓരോ കാലാവസ്ഥകളും 40 വർഷത്തോളം നീണ്ടു നിൽക്കുമെന്ന് മാത്രം. ഇത് കൂടാതെ നെപ്റ്റ്യൂണിലും നമ്മുടെ ഭൂമിയിലുള്ളതുപോലെ തന്നെ മഴ ഉണ്ടാകാറുണ്ട്. പക്ഷേ നമ്മുടെ ഭൂമിയിൽ പെയ്യുന്ന പോലെ ജലമല്ല നെപ്റ്റ്യൂണിൽ പെയ്യുന്നത്. മറിച്ച് നെപ്റ്റ്യൂണിൽ പെയ്യുന്നത് കാർബണിന്റെ മറ്റൊരു രൂപമായ ഡയമണ്ട് ആണ്. നെപ്റ്റ്യൂണിൽ മാത്രമല്ല യുറാനസിലും ഇത്തരം ഒരു പ്രതിഭാസം കാണപ്പെടാറുണ്ട്. നെപ്റ്റ്യൂണിനെ കുറിച്ച് നമുക്കുള്ള അറിവുകൾ വളരെ പരിമിതമാണ്. കാരണം നാസയുടെ വോയേജർ 2 പേടകമല്ലാതെ മറ്റൊരു പേടകവും നെപ്റ്റ്യൂണിനെ സന്ദർശിക്കുകയോ നെപ്റ്റ്യൂണിൽ പഠനങ്ങൾ നടത്തുകയോ ചെയ്തിട്ടില്ല എന്നതാണ്. നെപ്റ്റ്യൂണിനെ കുറിച്ചുള്ള ഒരു ഓവർവ്യൂ ആണ് ഈ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.